ബേക്കറിയിൽ വാ, ഫസ്റ്റ് ബേക്കറി വാ. ആ അവിടെ സ്റ്റാച്ചു കയറും, സ്റ്റാച്ചു നേരെ. ഓക്കെ, സ്റ്റാച്ചു സെക്രട്ടറിയേറ്റ് അപ്പി. ആ അങ്ങോട്ടല്ല. അയ്യേ, ഇതെന്തൊരു പിള്ളേർ. ഇത്രയും നാള് കോളേജിൽ പഠിക്കാൻ പോയിട്ട് വഴി അറിഞ്ഞൂടെ അവര്. ആ കുഴപ്പമില്ല, നീ വന്നാ മതി, ഞാൻ വിളിച്ചോളാം. ആ നമ്പർ പറ. എവിടെ എഴുതാറണ്ണ കഴിഞ്ഞിട്ട് എന്താ നമ്പർ പറ. ആ 9447206093. ആ തന്നെ. എങ്കിൽ നീ ഒരു കാര്യം ചെയ്യും, മനുവിന്റെ ലാൻഡ് നമ്പർ ഇതാ. അതിൽ വിളിക്കാം. മനുവിന്റെ ലാൻഡ് നമ്പർ പറ. 0472287363 ഇതൊന്ന് കണക്ക് വെക്ക. ഓക്കെ. അല്ല, അത് ഇവിടുത്തെ അണ്ണം കിടന്ന് സംസാരിക്കും. ആ നീ ഒരു കാര്യം ചെയ്യും, മണികണ്ഠന്റെ നമ്പർ, കാരണം അവൻ നേരത്തെ തന്നെ വിളിച്ചോണ്ടിരിക്കുന്നു. അവനെ ഒരു കാര്യം ചെയ്യും, സ്ഥലമുണ്ട്, ലഞ്ചത്തോടെ എടുത്തിക്കും. മണികണ്ഠ നമ്പർ പറ. ഓ 984738569387. ഓക്കെ, ഞാൻ വിളിക്കാം. ഞാൻ ഇല്ലേ അവനെ വിളിച്ച് നമ്പർ കൊടുക്കാം. അവിടെ മണികണ്ഠന്റെ നമ്പർ കിട്ടി കേട്ടാ. ഞാൻ പറഞ്ഞുതരാം, മണികണ്ഠന്റെ നമ്പർ 98. മണികണ്ഠനൊക്കെ എവിടെയാണ്? ആ 98473865. ഓക്കേടി, ഞാൻ പിന്നെ വിളിക്കാം. എത്ര എണ്ണ? 6250 രൂപ. 6250. എന്തരന്? എന്ത് 3 കോളിന് 6250? എന്താ കുഴപ്പമുണ്ട്? അന്ന് എന്താണ് പറയുന്നത്? എടാ, എനിക്ക് കിട്ടാനുള്ള പൈസയുടെ ആൾക്കാരുടെ പേരും കണക്കും അവിടെ എഴുതി വെച്ചിരുന്നത്. അത് കംപ്ലീറ്റ് നീ കുത്തിക്കറിയില്ലേ? ഇനി ഞാൻ അടുത്ത് പോയി മേടിക്കും. അത് ഞാൻ തരണോ? പിന്നെ നീ തരണ്ടേത്? 6250. 6250 നീ തരണമെന്ന്. ഇതിനേക്കാളും ഞാൻ കാറ് വിളിച്ചു പോയി പറഞ്ഞാൽ മതിയായിരുന്നു. നീ കാറ് വിളിച്ചു പോഞ്ഞെന്ത്? നീ എന്താ ഇങ്ങോട്ട് വന്ന് ഇതെന്ത് മര്യാദ കിടന്നാണ്? ഞാൻ ഒരു കേസ് പറയട്ടെ, ന്യായമായിട്ട് സംസാരിക്കും. അല്ല, ഈ 6250 രൂപ ഒരു 3 കോൾ വിളിക്കുന്നതിന് അന്ന് ആരെങ്കിലും വിളിച്ചവര് 3 അവസരം വിളിക്കും. എനിക്ക് കിട്ടാനുള്ള പൈസ ഞാൻ അടുത്ത് പോയി മേടിക്കൂടാ. അടുത്ത് പോയി മേടിക്കും. അണ്ണാ ഞാൻ ചുമ്മാരി കളിക്കല്ലേ. ഒന്നാ എന്റെ കാല് വയ്യാത്ത കാലത്തോടെ ഒറ്റ വീശിയാൻ തരും പറഞ്ഞിട്ടുണ്ട്. അജല സംസാരിക്കുന്നു. ഞാൻ പറയട്ടെ, ഇത് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഇത് നിങ്ങളെ കണക്ക് പുസ്തകം വരുന്നു. നീ താഴെ ഇറങ്ങി വാ. നീ പിന്നെ കൊമ്പത്തോട്ട് പോകുന്ന എന്തിന്? കൊമ്പത്ത് പോയതല്ല, അങ്ങനെ മര്യാദയ്ക്ക് ഇല്ലാത്തോണ്ടായിരുന്നു. ഇല്ലാത്തോണ്ടാ പറ. അണ്ണൻ എത്ര രൂപ തരാം? ഞാൻ എന്ത് വേണമെന്നാ നീ പറയാ? നഷ്ടപ്പെടണം? അണ്ണാ ഞാൻ നഷ്ടപ്പെടണമെന്ന് ഒരിക്കലും പറയില്ല. കാര്യം അണ്ണ ഈ വയ്യാത്ത കാലം കൊണ്ട് ഇവിടെ വന്നിരിക്കണാണ്. 6250 രൂപ ഞാൻ തരാം. പക്ഷെ എന്റെ ഇന്നില്ല. പിന്നെ എന്ന് തരും? ഞാൻ ഘട്ടമായിട്ട് തരാം. എങ്ങനെ? ഇന്നൊരു 200 രൂപ തരാം. ഇന്ന് നീ ഒരു 200 രൂപ തരും. ബാക്കി അണ്ണൻ എത്ര രൂപ വരും? 6050. അതിലൊരു 3000 രൂപ ഈ പറഞ്ഞ തിങ്കളാഴ്ച തരാം. 3000 രൂപ ഈ പറഞ്ഞ തിങ്കളാഴ്ച. പിന്നെ എത്ര ഉണ്ട്? 3050. 3050. അതിന്റെ തിങ്കളാഴ്ച, അടുത്ത തിങ്കളാഴ്ച ഒരു 3000 കൂടെ തരാം. 3000 കൂടെ തരും. പിന്നെ എത്ര രൂപ ഉണ്ട്? പിന്നെ വെറും 50 രൂപ. ഒരു 50 രൂപ. അണ്ണന്റെ പേരെന്താ? രവി. സ്ഥലം എവിടെ? ഇവിടെ അടുത്ത് കൂത്താട്ടുള്ളത്. കൂത്താട്ടുകുളം രവിയാണ്. വെറും 50 രൂപയ്ക്ക്. പൊന്നണ്ണ, മനുഷ്യനെ തിരിച്ചറിയാൻ പടിയാത്. ഞാൻ പറയണേ, അന്ന ഇപ്പൊ വീണ് കിടന്നാലും ഞാൻ എടുത്തോണ്ട് വിടാം. വെറും 50 രൂപയ്ക്കൊക്കെ ഞാൻ പറയണമെന്നൊക്കെ മനസ്സിലാക്കി. അണ്ണാ ഒരു ജന്മേ ഉള്ള അത് ജീവിക്കുക. മനുഷ്യനെ തിരിച്ചറിയുക. വെറും 50 രൂപയ്ക്കൊന്നും ഈ കിടന്ന് സംസാരിക്കരുത്. ഞാൻ പറഞ്ഞെന്തോ നിസ്സാരം ഒരു 50 രൂപ തന്നെ. ഞാൻ നിങ്ങളുമായിട്ട് മോശമാണ്. വീണ് കിടന്നാലേ ഞാനേ ഉള്ളു ഇതിലേ പോയ 50 രൂപയ്ക്ക് വെറും 50 രൂപ. നിസ്സാരപ്പെട്ട 50 രൂപയ്ക്ക് ഞാനൊരു നല്ലൊരു ചെറുപ്പക്കാരൻ്റെ അടുത്ത് അറിയില്ല എന്തായാലും. പക്ഷേ അവൻ ഒരുപാട് ഫീൽ ചെയ്ത്. ഞാൻ മോനെ എന്ത് പോലെ? എപ്പോഴാ? അയ്യോ, അതിന് നീ ഞാനൊന്ന് കരഞ്ഞാലാ? അയ്യോ, അവിടെ ആരും ഇല്ല മോനെ. അയ്യോ, കഷ്ടം, പാവം. അയ്യോ, അവിടെ ആരും ഇല്ലേ വേറെ? അയ്യോ, അയ്യോ, എന്റെ പൊന്നു മോനെ, മോൻ വിളി. മോൻ പൈസ ഇല്ലെന്നൊന്നും വിചാരിച്ച് വിഷമിക്കണ്ട കേട്ടാ. എന്തായാലും കുറെ അവന്മാര് ഫ്രീ ആയിട്ട് വിളിക്കും. എന്തായാലും ഇതൊരു നല്ല കാര്യത്തിനല്ലേ. അറിയാതാ നീ വരുമ്പോഴേ എടാ ഒരു 24 ഇഞ്ചിന്റെ TV ഉണ്ട് പറഞ്ഞാടാ. എടാ വീട്ടിൽ ഇരുന്നത് കംപ്ലൈന്റടാ TV. നീ വലുത് കൊണ്ടുപോവാ.
പിന്നെ VCD എടുത്തോണാടെ എന്റെ ആയിരുന്നു മൊബൈലിന്റെ ഡിസ്പ്ലേ പോയി നിനക്ക് അറിയാലോ. 6:30 മരിച്ച ഞാൻ പറഞ്ഞല്ലോ ചുമ്മാ എപ്പോഴും ചോദിക്കാതാ കേട്ടാ. ഒരു നല്ല VCD കൊണ്ടുവരണേ. പിന്നെ മരണം പറയണോ നീ? നനയ്ക്കാതെ എന്റെ ഇടയ്ക്ക് ഇല്ല ബൂത്തിൽ എണ്ണ ശല്യപ്പെടുന്നത് കേർക്കേടാ. പിന്നെ ചിറ്റപ്പനൊക്കെ വന്നിട്ടുണ്ട്. എല്ലാരും മരണത്തിന് രാവിലെ വന്നു ചിരിക്കാൻ എങ്ങും പോകണ്ട ഓരോ മുഖങ്ങൾ. എന്റെ അമ്മളെ ഞാൻ അവിടെ വെച്ചാണ് 6:30 എടുക്കും വൈകുന്നേരം. ഇവിടെ നനയ്ക്കാൻ ചോദിക്കണം. ഞാൻ പറയണ കേള്. ഇന്നൊരു 3-4 കുപ്പി സ്കോച്ച് കൊണ്ടുവരണം. ഇളയച്ചനൊക്കെ ഇപ്പം വരും. നമുക്കെല്ലാം കൂടെ വൈകുന്നേരം ആണ് നീഞ്ഞ് വാ കൊറേ വിറ്റുണ്ട്. ഞാൻ പറഞ്ഞു ചുമ്മാ ശല്യപ്പെടുത്തരുത്. ഇല്ല ബൂത്തിൽ എണ്ണടാ നമ്മളെ ജംഗ്ഷനിൽ കിടന്ന് ശല്യപ്പെടുത്തും. ഞാൻ തന്നെ കൊടുത്തു. ഓ തിരടാ. ഓക്കെ ഞാൻ പറഞ്ഞു. എന്താ ഇവൻ വന്നിട്ട് കുറെ ചിരിക്കാറുണ്ട് എനിക്ക്. നിനക്ക് കിണി നീ വിളിച്ച എത്ര രൂപയ്ക്കാന്നറിയോ? 250 രൂപയ്ക്ക്. എന്റെ അമ്മയ്ക്ക് നിനക്ക് ആരുമില്ലേ? നിന്റെ ഈ സ്വഭാവമാണ് നിനക്ക് ആരും കാണത്തില്ല. കരച്ചിലേർത്ത് നിർത്ത് കരച്ചില്. അതൊക്കെ ഇരിക്കട്ടെ. നിന്റെ ചേട്ടാ ഇപ്പൊ വരും. 3:30 6:30 വരുവാ. എനിക്ക് കാറും വിളിച്ച് പെട്ടെന്ന് പോകാനുള്ള ഭഗവാനെ ഇന്ന് എല്ലാവരും വന്ന ഈ ഗതിയില. കൈനീട്ടം പോലും ഇവിടെ വിറ്റിട്ടില്ല. ആളുണ്ടോ? അയ്യോ ഇപ്പൊ ആളില്ല. ഇല്ല 3-4 പ്രാവശ്യം വന്നില്ലേ? 3-4 പ്രാവശ്യം ആളില്ല. ഓ അങ്ങനെങ്കിലും 10 പൈസ കിട്ടും. ആ പാവപ്പെട്ട നേരത്തെ വിളിക്കാൻ വന്ന ഇവന്മാരൊന്നും സമ്മതിച്ചില്ല. എല്ലാം ഈ ഗതി തന്നെ ആയിപ്പോലെ. ചേട്ടോ ഓ നമ്പറൊന്നും കുത്തുന്നില്ലേ? ഓ ഇതിനൊക്കെ എന്തോ നമ്പർ കുത്താനാണ്. അല്ല ചേട്ടാ. ഓ ഓ ഓ അല്ല അവിടെ അനക്കൊന്നും കേൾക്കുന്നില്ല. അനക്കൊക്കെ ഉണ്ടടേ. ഹലോ ചേട്ടോ. ഓ അവിടുന്ന് വിളി വെച്ചൊന്നും കേൾക്കുന്നില്ല. അതൊക്കെ ഉണ്ടടേ. പുറത്തോട്ട് കേൾക്കാത്തല്ലേ. ഏത് അണ്ണ ഇങ്ങനെയൊക്കെ ആണേലും ഏതോ കാമുകയും കണ്ട് വിളിക്കാന്ന് തോന്നുന്നു. രഹസ്യമാണെന്ന് തോന്നുന്നു. ബുദ്ധ കിടന്ന് അനങ്ങുന്നില്ല. ചവിട്ടി പൊളിക്കും അതെല്ലാം കൂടെ. ഇതാണ്ടോ ഇതെന്തോണ്ടോ തോളെ കിടക്കുന്നത്? അത് പോട്ടെ. നല്ല സെറ്റപ്പ് കേട്ടോ. ആദ്യമായിട്ടോ ഇങ്ങനെ. ശരി. ഫോണുണ്ട്, ഫാനുണ്ട്, സൂപ്പർ. അതാണ് ബാങ്കിൽ കുറച്ച് കടമൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ ഞാൻ കുറെ കൂടെ ഒക്കെ ഒന്ന് ഇപ്പഴേ വേണ്ട. അതിനൊക്കെ നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ. അവർക്ക് സമയം കിടക്കില്ല. സംഭവം ചെയ്യാം, ഒരുപാട് മോട് പിടിപ്പിക്കാം. പക്ഷെ നമുക്ക് ഇപ്പൊ അത്യാവശ്യം അതിനകത്ത് വേണ്ടത് ഒരു ബക്കറ്റ് വെള്ളം, ഒരു കപ്പ്, 2 രൂപ, ഒരു കക്കൂസ്. പിന്നെ ആ കപ്പിന്റെ കാര്യം മറക്കണ്ട. ബുദ്ധിമുട്ടായിരുന്നു. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇതിനടുത്ത് തന്നെ ഇങ്ങനെ ഇരിക്കുക അല്ലേ. കടുപ്പം